വലിയ നോമ്പിലെ 5ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്നത്തെ ഞായറാഴ്ചയെ കൂനിയുടെ ഞായറാഴ്ച എന്ന് വിശേഷിപ്പിക്കപ്പെടും. തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ യേശുതമ്പുരാന് അവരുടെ ഏറ്റവും വിശുദ്ധ ദിവസമായ ശാബത്തില് സിനഗോഗില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തില് 18 സംവത്സരമായി രോഗത്തിന്റെ ആത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ ഇരുന്ന ഒരു കൂനിയായ സ്ത്രീയെ സിനഗോഗിൽ വെച്ച് കണ്ടിട്ട് അവളെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് വിമുക്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവയ്ക്കുന്ന വലിയ ഒരു സംഭവമാണ് ഇന്ന് നാം വായിച്ചത്. അവള് സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവളൊന്ന് പോയി എന്നാണ് പറയുന്നത്. താൻ ഈ സൗഖ്യം കൊടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ശാബത്തിനാണ്. യഹൂദ നിയമപ്രകാരം അന്ന് യാതൊന്നും പ്രവർത്തിക്കുവാൻ പാടില്ലാത്തതായ ഒരു ദിവസം. ഇങ്ങനെ 18 വർഷക്കാലം നിവരുവാൻ സാധിക്കാതെ ഇരുന്ന ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ആ ഒരു സന്ദർഭം. അതിനുശേഷം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ ഇരുന്ന പ്രമാണിമാര് അവനോട് കോപിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ആ സ്ത്രീയോട് കോപിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. കാരണം സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി 6 ദിവസം ദൈവം നീക്കിവെച്ചിട്ടുണ്ട്. 7ാമത്തെ ദിവസം യഹോവയ്ക്കുള്ളതാണ്, യഹോവയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടതാണ്. അന്ന് ഇങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ ശാസിക്കുകയും അവനെ ശാസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. കർത്താവിനുള്ളവരെ, എന്താണ് ഈ നോമ്പ് കാലയളവില് ഈ വിശുദ്ധ വേദഭാഗം വിശുദ്ധ സഭ നമുക്ക് വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും വേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, ആരംഭ ഭാഗത്ത് പറയുന്നുണ്ട് 18 വർഷക്കാലം രോഗിയായിരുന്ന ഒരു സ്ത്രീ. അവളെ സംബന്ധിച്ച് മറ്റൊന്നും തന്നെ നമുക്കറിയില്ല. വേദപുസ്തകത്തില് സിനഗോഗില് വന്ന ഒരു സ്ത്രീയാണ്. 18 വർഷക്കാലം രോഗത്തിന്റെ ആത്മാവ് പിടിപെട്ട് നിവരുവാൻ സാധിക്കാതെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവൾ യേശുതമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു വരികയോ യേശുതമ്പുരാനോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്യുന്നു. നാം ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാല്, ഇവിടെ ദൈവതമ്പുരാന് നമ്മുടെ ആവശ്യകതകളെയൊക്കെയും അറിയുന്നവനാണെന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് നാം ഇവിടെ കാണുന്നത്. ഈ സ്ത്രീ സിനഗോഗില് ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവകാര്യങ്ങൾ പഠിക്കുന്നതിനും വേണ്ടി വന്നു. അവിടെ രോഗം എന്ന് പറയുന്നത് അതിനൊരു തടസ്സമായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ സംഘാലയത്തിലേക്ക് വരുന്ന സന്ദർഭത്തില് യേശുതമ്പുരാൻ മനസ്സറിഞ്ഞിട്ടാണ് താന് അവളോട് പറയുന്നത്, നീ രോഗവിമുക്തയാകുക എന്ന് പറയും. പലപ്പോഴും നാം നമ്മുടെ ആവശ്യകതകളെ മാത്രം നിരത്തി വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നാം നടത്താറുണ്ട്. പലപ്പോഴും ഒരു രീതിയിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ കൂടി we are petitioning towards God that what we need. നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ രീതി പറയുകയാണെങ്കിൽ, സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അവിടെ മെമ്മോറാണ്ടം കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ നാം ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന കാര്യങ്ങൾ നീ സാധിച്ചു തരണം. ഇതാണ് ബേസിക്കലി നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യക്തി വ്യത്യസ്തമായ രീതിയിൽ അവിടെ വന്നിരുന്ന ദൈവകാര്യങ്ങൾ പഠിക്കുകയും അത് കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ
ദൈവം തമ്പുരാൻ നോക്കിയിട്ട് മനസ്സറിഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്, നീ രോഗ വിമുക്തയാകുവാൻ. ഈ നോമ്പിൽ എന്തിനു വേണ്ടി ഇത് തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഈ കുറവ് പരിഹരിക്കുന്നതിന് ദൈവം തമ്പുരാന് മുമ്പോട്ട് വരുന്നതായിട്ട് നാം കാണുന്നു. അവളുണ്ടായിരുന്ന കുറവ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒട്ടും നിവരുവാൻ സാധിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ നമുക്കറിയാം, നിവരാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് നടക്കുന്നതിനും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തില് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഒരുപാട് പ്രയാസമുള്ള ഒരു സ്ത്രീയാണ്. അത് മാത്രമല്ല, ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയല്ല, 18 സംവത്സരമായി 18 നീണ്ട വർഷക്കാലം രോഗിയായിരുന്ന ഒരു സ്ത്രീയാണ്. നോമ്പിന്റെ ഈ കാലഘട്ടത്തില്, നോമ്പിന്റെ 5ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാല്, നാം തിരിഞ്ഞു നോട്ടത്തിൻ്റെതായ ഒരു ആവശ്യകത നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെയുള്ള പല ബന്ധനങ്ങളില് അകപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ബലഹീനതകൾ എന്താണെന്ന് പലപ്പോഴും മനസ്സിലാകാതെ ആ ബലഹീനതകള് അതിന്റെ ബലമാണ് എന്നുള്ള രീതിയിൽ കൂടി നാം ജീവിക്കുന്ന ആൾക്കാർ. ഓരോ മനുഷ്യന്റെയും ജീവിതം എടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ന്യൂനതകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ആ ന്യൂനതകളെ ബലമാണ് എന്നുള്ളതായ രീതിയിൽ കൂടി, ഇതാണ് എന്റെ ജീവിതത്തിന്റെ വെർച്യു എന്നുള്ള രീതിയിൽ കൂടി നാം മുമ്പോട്ട് ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം എന്നുള്ളത് നാം വിസ്മരിച്ചു പോകും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ എന്തെല്ലാം ബലഹീനതകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്റെ ജീവിതത്തിലുള്ള ബലഹീനതകൾ എന്താണ്? ഞാൻ അസുഖാനുവായ ഒരു മനുഷ്യനാണോ, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ദോഷമുള്ള മനുഷ്യനാണോ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവന് ദോഷം ചെയ്യുന്നവനാണോ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പടിപടിയായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളതായ ന്യൂനതകളുള്ളതായ നാം വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നോമ്പിന്റേതായ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ യേശു തമ്പുരാൻ നമ്മെ മുമ്പോട്ട് ആഹ്വാനം ചെയ്യാണ്, നീ അടുത്തു വരിക, നിന്റെ രോഗത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നീ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഉള്ളതായ ആ മധുരമേറിയ ആ വചനം കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ പല ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തില് കാര്യമായിട്ടുള്ളതായ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ സന്ദർഭത്തില് ദൈവത്തിൽ നിന്ന് നാം പതിയെ പതിയെ അകന്നു പോകും. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സന്ദർഭത്തില് മനുഷ്യന് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാല് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകം ഇല്ലാതെ പോകും. അങ്ങനെയുള്ളതായ മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയിട്ട് നാശത്തിലേക്ക് പോകുന്ന മനുഷ്യൻ. അപ്പൊ അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മളെ ഓരോ ഞായറാഴ്ചകളിലും ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവതമ്പുരാൻ നമ്മൾ കൂടി എന്തെല്ലാം പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന് സൗഖ്യം പ്രാപിക്കുന്ന മനുഷ്യരുണ്ട്. അതല്ലാതെ ദൈവതമ്പുരാൻ നേരെ കണ്ടിട്ട് സൗഖ്യം കൊടുക്കുന്ന മനുഷ്യരുണ്ട്. എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ബലഹീനതകളെ നാം മനസ്സിലാക്കുവാൻ ബാധ്യസ്ഥ. എന്താണ് ദൈവതമ്പുരാനെ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഈ ഘട്ടങ്ങൾ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയ ഉത്തമമായ അവസരമാണ് വിശുദ്ധ നോമ്പുകാലം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ നാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. നാം രക്ഷിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മോട് നീ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നാം പകച്ചു നിൽക്കാറുണ്ട്. മറ്റുള്ള സഭക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, നീ എന്നാണ് രക്ഷിക്കപ്പെട്ടത്? മാമോദീസായുടെ ഊഷ്മായാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യരാണ്. വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ രക്ഷയുടേതായ അനുഭവത്തിലേക്ക് കടന്നു വന്ന മനുഷ്യന്
വീണ്ടും അവന് കിട്ടിയതായ പുത്രത്വത്തിൽ നിന്ന് അവൻ വഴുതി താഴെ വീഴുമ്പോൾ അങ്ങനെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സഭ കൽപ്പിച്ചാക്കിയ ഏറ്റവും ഭരണപ്രധാനമായ ദിവസങ്ങളാണ് നോമ്പ് എന്ന് പറയുന്നത്. ഈ നോമ്പിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവം തമ്പുരാനെ എന്റെ ജീവിതത്തിൽ എവിടെയാണ് രക്ഷയുടേതായ അനുഭവം ഞാൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ പലപ്പോഴും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തിരിഞ്ഞു നോക്കലിൻ്റെതായ അനുഭവത്തിൽ കൂടി പ്രത്യാശയിലേക്കുള്ളതായ യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ യാത്രയാണ്. കലാനാട്ടിലേക്കുള്ള നമ്മുടെ യാത്രയാണ് നാം ജനനം മുതൽ നമ്മുടെ മരണം വരെ. അങ്ങനെയുള്ള പ്രത്യാശയുടേതായ ആ ഒരു ജീവിതം നാം മുമ്പോട്ട് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. എങ്കിൽ തന്നെയും ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ളതായ അവസരം, ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതായ അവസരം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ദൈവമേ, എന്റെ ജീവിതത്തില് എന്താണ് എന്റെ പോരായ്മ? എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്? എവിടെയാണ് നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോയത് എന്നൊന്ന് തന്നെ തന്നെ ശോധന ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നാം ഇന്നുവരെയും ധരിച്ചിട്ടുള്ളതായ, നാം ഇന്നുവരെയും മനസ്സിലാക്കി വെച്ചിട്ടുള്ളതായ ഒരു വ്യക്തിയല്ല ഞാൻ നിങ്ങളെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് 18 വർഷക്കാലം ഇവിടെ ഈ സ്ത്രീ രോഗാത്മാവ് ബാധിച്ചിട്ട് അവളുടെ ജീവിതം 18 വർഷക്കാലം കഴിച്ചുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് എത്രയോ വർഷക്കാലം ജനനം മുതൽ ഇന്ന് വരെയും നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താതെ മുമ്പോട്ട് പോയ മനുഷ്യരാണ്. 18 വർഷമൊന്നുമല്ല നമ്മുടെ ജീവിതത്തില് നാം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നാൽ കർത്താവ് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തില് ഒരു തിരുത്തലിൻ്റെതായ അനുഭവത്തിന് വേണ്ടി ദൈവം തമ്പുരാന് അതിനുള്ള സന്ദർഭം ഒരുക്കി തന്നിരിക്കുകയാണ്. ആ സന്ദർഭം നാം പാഴാക്കരുത്. കാരണം നാളെ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും യാതൊരു ഉറപ്പും ഇല്ലാത്തതായ ഒരു സംഗതിയാണ്. എത്ര കാലം നാം ജീവിച്ചിരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ അന്ത്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാന് ദൈവം തമ്പുരാൻ അതിനൊരു കഴിവ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ കൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാമായിരുന്നു. എന്നാൽ എന്ന് ദൈവം തമ്പുരാൻ നമ്മെ വിളിക്കുന്നു എന്നതിന് നമുക്കും എനിക്കും നിങ്ങൾക്കും യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തത് കൊണ്ട് ഈ സിയോൻ യാത്രയിലെ ഈ നാളുകള് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് തിരുത്തലിൻ്റെതായ ഒരു ജീവിതമായിരിക്കും. ദൈവത്തിലേക്ക് അടുത്തു വരുന്നതിന് വേണ്ടി ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായതായ ആ വിടവ് നികത്തി അപ്പനും മക്കളും എന്നുള്ള നിലയിലുള്ളതായ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള സന്ദർഭമാണ് ജീവിതത്തിലാകുന്നത്. ഇനി ഏതാണ്ട് 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ നോമ്പ് കാലഘട്ടം കഴിയും. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് 36-ാം ഞായറാഴ്ച. അത് കഴിഞ്ഞാൽ പിന്നീട് ഓശാന, അത് കഴിഞ്ഞ് നോമ്പ് വിടും. അപ്പൊ നമ്മൾ ഈ 50 ദിവസക്കാലം എന്താണ് ഈ നോമ്പ് നോക്കിയതിൽ നിന്ന് നമുക്ക് ലഭിച്ചത് എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായി. എന്ത് മാറ്റമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്? ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലും ജാഗരണങ്ങളിലും അതുപോലെ തന്നെ ഉപവാസത്തിലും ഒക്കെയും എന്റെ ജീവിതത്തില് എന്ത് മാറ്റം സംഭവിച്ചു? എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? അതോ വർഷങ്ങളായിട്ട് ഏതാണ്ട് 18 വർഷക്കാലത്തോളം രോഗത്തിന്റെ ആത്മാവ് ബാധിച്ച് ജീവിച്ചതായ ആ കൂനിയായ സ്ത്രീയെ പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതം യാതൊരു മാറ്റവും ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണോ എന്ന് നാം ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നാം ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. മകനെ, മകളെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ വിമുക്തിയായിരിക്കും. അത് കേൾക്കുവാനും ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനും സാധിക്കുന്നുണ്ടോ? അതിന് തന്നെ നമ്മെ തന്നെ ഒരുക്കിയവരാണോ എന്ന് നാം ചിന്തിക്കണം. ഈ സ്ത്രീ യേശുദമ്പുരാനെ പറ്റി കേട്ട് കാണും. എങ്കിൽ തന്നെയും യഹൂദ സ്ത്രീയാണ്, സംഘാലയത്തിൽ വന്നവളാണ്.
അവളെ അടുത്തേക്ക് വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും അവൾ അടുത്തേക്ക് വന്നു കാണും. കാരണം അവളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി അവൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഇവിടെ പറയുന്നു. അവളെ അടുത്ത് വിളിച്ച് നീ നിന്റെ രോഗത്തിന്റെ ആത്മാവിൽ നിന്ന് നീ സൗഖ്യം പ്രാപിക്കുവാൻ പറയുന്നു. ആ സന്ദർഭത്തിൽ അവള് നിവരുകയും കൂനിയായിരുന്ന സ്ത്രീ നിവരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നാം അവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും നാം ഈ പഴയ കാലഘട്ടങ്ങളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. നമുക്ക് മുമ്പോട്ടുള്ള പ്രയാണമല്ല, പഴയതിനെ മാത്രം നാം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ അതൊക്കെ നിന്ന് മാറിയിട്ട് പ്രത്യാശയുടേതായ പുതുക്കത്തിൻ്റെതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുക. മക്കളിലൊക്കെ